അവിനാശ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. നമസ്തേ, എല്ലാവർക്കും ഒത്തിരി നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും ചില ക്ലാസ്സിലില്ലാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നത്. ആർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവിനാശ് അവൈലബിൾ ആണ്, ചോദിക്കാം. കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നും ഇല്ലാത്തവർക്ക് പോവാം. ഈ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും ഇതിൻ്റെ റെക്കോർഡിംഗ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കേൾക്കാം. കാരണം ഇന്ന് സൺഡേ ആണ്, നാളെ ഒരുപാടൊക്കെ ജോലിക്കൊക്കെ പോകാനുള്ള ആൾക്കാരുണ്ടാവും, സ്കൂളിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഒന്നും നഷ്ടപ്പെടില്ല. സംസാരിക്കുന്നവരും ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഗ്രൂപ്പിൽ നാളെ ഇടും. അപ്പം നിങ്ങൾക്കത് വീണ്ടും കേൾക്കാം. എല്ലാവരും അതിനായിട്ട് സമയം കളയണമെന്നില്ല. ആർക്കും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഗുരുദേവ് കേക്കാവോ? കേൾക്കാം, പറയൂ. ഞാന് ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാ. അപ്പോ ഈ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുട്ടയും മാംസവും, അതായത് ചിക്കൻ, അത് ഒഴിവാക്കരുത്, 2 ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഈ പഠനത്തിന് വിഘാതമാകുമോ എന്നൊരു സംശയം. ക്ലാസ്സില് തുടക്കം മുതൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇനി ഞാൻ ജോയിൻ ചെയ്യാണ്. 25-ാം തീയതി അല്ല, അതല്ല, ക്ലാസ്. ഇന്നത്തെ സെഷനില് എത്ര മണിക്കാണ് ജോയിൻ ചെയ്തത്? തുടക്കം മുതലേ ജോയിൻ ചെയ്തു. അപ്പൊ അതിന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, തന്ത്രത്തില് സമൂഹധർമ്മ സാധന മാർഗമുണ്ട്, സമാജത്തിനൊരു ധർമ്മമുണ്ട്, വ്യക്തിപരമായ സാധനയ്ക്കൊരു ധർമ്മമുണ്ട്. ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ സാധനാധർമ്മമാണ്. അവിടെ ഈ പറയുന്ന ഭക്ഷണക്രമങ്ങള് എന്താ പറയാ, ബാധകമല്ല എന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റെക്കോർഡിംഗ് സെഷൻ കിട്ടും. ആ സമയത്ത് ഒന്നുകൂടെ ചോദിച്ചാൽ മതി, ഒന്നുകൂടെ കേട്ടാൽ മതി. പക്ഷെങ്കിൽ എനിക്ക് ഒറ്റ വരിയിൽ പറയാനുള്ളത്, യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഇതൊന്നും തടസ്സമല്ല. കാരണം ശരീരമുണ്ടെങ്കിലല്ലേ, ഞാൻ എന്ന അസ്തിത്വം ജീവനോടെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ദേവിയെ ഉപാസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ശരീരം നിലനിർത്താൻ എനിക്ക് ആവശ്യമായതൊക്കെ ഞാൻ സ്വീകരിക്കണ്ടേ? തന്ത്രം എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടാണ് ആധ്യാത്മികതയെ കാണുന്നത്. താങ്ക് യു ഗുരുദേവ്. നമസ്കാരം ഗുരുജി, എൻ്റെ പേര് പ്രിയ. ഞാൻ ചോദിക്കാൻ വന്നത്, കുറച്ച് നാളായിട്ട് ഈ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് കേൾക്കുന്നു, അത് റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതും ഈ ആത്മീയതയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് ഒരുപാട് കാണുന്നുണ്ട്, നമ്പേഴ്സ് ഇങ്ങനെ 111 അങ്ങനെയൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ശാസ്ത്രം, നമ്മള് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വളരെ വിശാലമായ ഒരു തലമാണ്. ശരിക്കും നമ്മള് ഉദ്ദേശിക്കുന്ന ഒരു തലമല്ല, വളരെ വ്യാപ്തിയുള്ള ഒരു തലമാണ്. അതിൽ ഞാൻ കുറച്ച് നേരത്തെ നമ്മളെ ക്ലാസ്സിൽ സംസാരിച്ചതുപോലെ അക്ഷരങ്ങൾക്ക് പോലും ശാസ്ത്രീയതയുണ്ട്. പക്ഷെ ഇത് ശാസ്ത്രത്തിന്റെ കണ്ണില് നമ്മൾ എപ്പോഴും ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് വെച്ചിട്ട് നമ്മൾ അതിനെ നിർവചിക്കുക എന്താണെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി റേഷ്യോയിലാണ് ഇപ്പൊ ന്യൂമറോളജി ഒക്കെ ആളുകൾ കൺസിഡർ ചെയ്യുക. 100% ശാസ്ത്രം കൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രതിഭാസങ്ങൾ നമ്മൾക്ക് ചുറ്റും ഡെയിലി ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ഡോക്ടേഴ്സ് പോലും ആഫ്റ്റർ ദ സർജറി ദേ കീപ് ദിയർ ഫിംഗേഴ്സ് ക്രോസ്ഡ് അല്ലേ? ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ISROയുടെ വിക്ഷേപണത്തിന് മുമ്പ് പോലും നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളെയാണ്, ആധ്യാത്മിക ശാസ്ത്രങ്ങളെയാണ്. കാരണം മനുഷ്യൻ ജീവിതത്തില് ഈ പ്രകൃതിയുമായിട്ട് ഇടപഴകുന്നത് അവന്റെ മനസ്സിന്റെ ബലം കൊണ്ടാണ്. മനസ്സിനെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആധ്യാത്മികതയുടെ അടിത്തറയാണ്. ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യം ഈ പറയുന്ന പോലെ, നമ്മൾക്ക് ധ്യാനാവസ്ഥയിൽ ഇപ്പം ലളിത അല്ലെങ്കിൽ ദേവി ഉപാസനയിൽ നമ്മൾ പോകുമ്പോൾ എത്രയോ ആളുകൾക്ക് ദേവി ദർശനം കിട്ടിയ ആളുകളുണ്ട്, സ്വപ്ന ദർശനം കിട്ടുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ എൻ്റെ അടുത്ത് തന്നെ പേഴ്സണലി ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് എത്രയോ അമ്മമാര് അവർക്കുള്ള അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ അനുഭവങ്ങൾ അവര് സ്വന്തം ലൈഫ് പാർട്ട്ണർ എടുത്തോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ അടുത്തോ വീട്ടിലുള്ള ആളുകളോടോ പറയുമ്പോൾ അവര് ഒരു എന്താ പറയാ, മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാത്തിനെയും ശാസ്ത്രം കൊണ്ട്, ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ
ചില സ്ഥലത്ത് ഉത്തരം ഇല്ലാണ്ടാവും. ആ ഉത്തരം ഇല്ലാത്തതിനെ പൊതുവെ സമൂഹം എന്ത് ചെയ്യും? കളിയാക്കും. ഇത് സ്യൂഡോ സയൻസ് ആണ്, ഇതിനൊന്നും ഒരു ശാസ്ത്രീയതയില്ല, ഇതൊക്കെ മിയർ പ്രോബബിലിറ്റി ആണ്, ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുക, പ്രൂവ് ചെയ്താൽ ഞാൻ വിശ്വസിക്കാന്നൊക്കെ പറയും. അങ്ങനെ ശരിക്കും എൻ്റെ ജീവിതത്തില് ഈ ഒരു ലളിതയുടെ യാത്രയിൽ മിനിഞ്ഞാന്ന് എന്നെ ഒരു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആവശ്യം ഉണ്ടായി. എന്നോട് ചോദിച്ചു എന്ത് ചെയ്യും. ഞാൻ പറഞ്ഞു സങ്കല്പം എടുക്കാം നമുക്ക്. അങ്ങനെ ആ അമ്മ സങ്കല്പം എടുത്തു. പക്ഷെ ആ അമ്മ സങ്കല്പം എടുക്കുമ്പോൾ ആളുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. ആളുടെ മകൾക്ക് ഒരു ഹയർ എഡ്യൂക്കേഷന് ഒരു സ്ഥലത്ത് ഒരു ഓപ്പണിംഗ്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ സിംഗിൾ ഓപ്പർച്യൂണിറ്റി ആണ് അത് എനിക്ക് കിട്ടണം. പക്ഷെ ഈ മകൾ അമ്മയോട് വെച്ച ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞാൽ ഈ സങ്കല്പം എടുത്തിട്ട് എനിക്കത് കിട്ടിയാൽ ഞാൻ ലളിതയെ വിശ്വസിക്കാം എന്നായിരുന്നു. മിനിഞ്ഞാന്ന് ആ അമ്മ എന്നെ വിളിച്ചു. ആ അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് സങ്കല്പം എന്താണോ അത് നടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ദേവിക്ക് സ്തുതി പറയുക, കാരണം ദേവിയുടെ വിശ്വാസ്യതയാണ് സ്വന്തം മകളെ ചോദ്യം ചെയ്തത്. പക്ഷെ നിങ്ങൾ അത് പ്രൂവ് ചെയ്തു. സങ്കല്പ ശക്തിയാണ്. അപ്പം ഈ പറയുന്ന പോലെ ഏഞ്ചൽ നമ്പേഴ്സ് ആയാലും ഈ പറയുന്ന പല സ്യൂഡോ സയൻസസിൽ നമ്മുടെ ജീവിതത്തിൽ പല ആളുകൾക്ക് അതിന്റെ ശക്തി അനുഭവിക്കലുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇതൊന്നും പുറത്ത് പറയാനാവില്ല. എന്തുകൊണ്ടാണ്? പുറം ലോകത്തിന് ഇപ്പോഴും അത് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ടൂൾസ് അവൈലബിൾ അല്ല സയൻസ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കത് നന്മയുടെ അനുഭവങ്ങൾ കൊണ്ടു തരുന്നുണ്ടെങ്കിൽ അത് ഈശ്വരീയമായി തന്നെ കൺസിഡർ ചെയ്യുന്നതാണ്. ബുജി, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് നമ്മുടെ ശരീരത്തിലുള്ള സ്ത്രീ, അതായത് ശക്തി സങ്കല്പത്തെയാണ്. ഇപ്പൊ ഹിന്ദു മതത്തിൽ മറ്റു സങ്കല്പങ്ങളില്ലേ, അതായത് ശിവൻ, വിഷ്ണു, അങ്ങനെ, അതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണോ അതോ ഇത് വേറെ ഒരു ഇതായിരിക്കോ? അതായത് ഭാരതം ശരിക്കും ദേവിയെ വിളിച്ചത് ശക്തി എന്നാണ്. എന്തിനാണ് ഭാരതീയരായ ഋഷീശ്വരന്മാര് സ്ത്രീ രൂപത്തില് അവളെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് എന്ന് പറഞ്ഞാല് അതിന്റെ മാസ്കുലിൻ ഫോമാണ് ശിവൻ. നമ്മുടെ ശരീരത്തില്, നമ്മുടെ ചിന്താമണ്ഡലത്തിലിരിക്കും നമ്മുടെ ബോധം, അതിനെയാണ് നമ്മള് കോൺഷ്യസ് ഇംഗ്ലീഷിൽ നമ്മൾ പറയില്ലേ, അതാണ് ശരിക്കും ശിവൻ. പക്ഷെ ആ ചിന്ത കൊണ്ട് മാത്രം എന്റെ അസ്തിത്വത്തിന് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. ഞാനിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പൊ ഈ ചെയറിൽ അനങ്ങാതിരിക്കുകയാണ്, എനിക്ക് ഒരുപാട് തോട്ട് പ്രോസസ്സ് വരും എന്റെ ഉള്ളിൽ, ഒരുപാട് ചിന്തകൾ വരും. ആ ചിന്തകളൊക്കെ ശിവമയമാണ്. എനിക്കിപ്പോ ഒരു കോഫി കുടിക്കണമെന്ന് തോന്നിയാൽ അതൊരു ചിന്തയാണ്. പക്ഷെ എങ്ങനെയാണ് ആ ചിന്ത ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുക? എന്റെ ഉള്ളില് ഊർജം ഉണ്ടാവണം. എനിക്ക് ഇവിടുന്ന് എഴുന്നേൽക്കാൻ തോന്നണം, കിച്ചണിൽ പോയി റാക്കിലുള്ള കോഫി പൗഡറും ഈ പറയുന്ന പാലും പഞ്ചസാരയും ഒക്കെ ചേർക്കാനുള്ള അറിവുണ്ടാവണം. ഇത് ഉണ്ടായാൽ ഈ അറിവ് പ്രയോഗിച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് ഈ ആദ്യമുണ്ടായ കോഫി എന്നുള്ള ആ ഒരു ആഗ്രഹത്തെ എനിക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ചിന്തയാകുന്ന ശിവന്റെ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ആര് വേണം? ശക്തി വേണം, എനർജി. ആ എനർജിയാണ് ശരിക്കും ഭാരതം. എന്താണ് വിളിച്ചത് ഭാരതം? ശക്തി എന്നാണ്, ദേവി എന്നാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ എനർജി ഉറങ്ങിക്കിടക്കുന്നത് അവന്റെ കുണ്ടലിനിയിലാണ്. ശാസ്ത്രം പോലും അത് സമ്മതിക്കുന്നു. ബോധതലം എവിടെ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അമിതമായ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി തലയ്ക്ക് ഇങ്ങനെ കൈ കൊടുക്കില്ലേ? അർത്ഥം എന്താണ്? ചിന്താമണ്ഡലം എവിടെയാണെന്ന് ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും അവന്റെ ശരീരം അവന്റെ ബോധം പറയുന്നുണ്ട്, ശിവൻ എവിടെയുണ്ട്, ശിവൻ അവിടെയുണ്ട്. പക്ഷെ എന്റെ ശരീരത്തില് ശക്തി ഇരിക്കുന്നത് കുണ്ടലിനിയിലാണ്. അത് സ്ത്രീ രൂപത്തിലാണ്. കാരണം സ്ത്രീക്ക് എന്താണ്? റിഗറസ് ആക്ഷൻ ആണ് സ്ത്രീയുടെ. സ്ത്രീകളെയും പ്രകൃതിയെയും നോക്കും, സദാ ചലിച്ചുകൊണ്ടേയിരിക്കും പ്രകൃതി, അല്ലെ? സ്ഥായിയായി ഇരിക്കില്ല. പക്ഷെ ശിവന്റെ പ്രകൃതം എന്താണ്? സ്ഥായിയായ ഭാവത്തിലിരിക്കും. അതുകൊണ്ടാണ് ആദിശങ്കരൻ സൗന്ദര്യ ലഹരിയിൽ പറഞ്ഞിട്ടുള്ളത്, ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതോ ന ചേത് ഏവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി. കാരണം ശിവൻ സ്ഥായിയായ ഭാവത്തിലിരുന്ന ശിവന് ചലിക്കണമെങ്കിൽ അവന് ഉള്ളിൽ ആരുണ്ടാവണം? ശക്തി ഉണ്ടാവണം. ഒന്ന് ചലിക്കണമെങ്കിൽ എനിക്ക് എനർജി ആവശ്യമാണ്. ആ എനർജിയാണ് ശരിക്കും സതി, അല്ലെങ്കിൽ സ്ത്രീ, അല്ലെങ്കിൽ കുണ്ടലിനി, അല്ലെങ്കിൽ എന്തൊക്കെ പേരിൽ നമ്മൾ വിളിച്ചാലും, ഇപ്പം രാമായണത്തിന്റെ ടേംസ് എടുത്താലും അത് സീതയാണ്. പിന്നെ വിഷ്ണു തത്വം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് തത്വങ്ങളിലാണ്. ബ്രഹ്മാവ് ദ ക്രിയേറ്റർ, വിഷ്ണു എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത. ഇപ്പൊ ഞാൻ ഉണ്ടായി എന്ന് കഴിഞ്ഞാൽ എന്റെ ഈ ബോഡിയെ നിലനിർത്തണം. ഈ നിലനിർത്തുന്നത് ആരാണ്? അതാണ് വിഷ്ണു തത്വം. സദാ ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്നവൻ.
അതാണ് നീല നിറം, അനന്തത അല്ലെ. ആ ആള് വിശ്രമിക്കുന്ന സർപ്പത്തിന്റെ, മഹാസർപ്പത്തിന്റെ പേരെന്താണ്? അനന്തൻ അല്ലെ, അനന്തശായിനി അല്ലെ, അനന്തശയനൻ. അപ്പൊ എന്താണ്? ഇൻഫിനിറ്റി. ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ എന്താണ്? ഇൻഫിനിറ്റിയാണ്. ആ ഇൻഫിനിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്നത്, ആ ഇൻഫിനിറ്റിയിലൂടെ ഈ പ്രോസസ്സിനെ നിലനിർത്തുന്ന ഒരു തത്വത്തെയാണ് ശരിക്കും ഭാരതം വിഷ്ണു എന്ന സങ്കല്പം കൊണ്ട് ലോകത്തിന് പരിചയപ്പെട്ടത്. ഓക്കെ, ഇനി അത് തന്നെ സംഹാരവും നടക്കണം. കാരണം ഒരു 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 വൃക്ഷത്തില് പുതിയ ഇല ഉണ്ടാവണമെങ്കിൽ പഴയ ഇല പഴുത്ത് അത് വന്ന ആ അസ്തിത്വത്തിലേക്ക് തിരിച്ചു പോകണം. ഇതിനെയാണ് ശരിക്കും ലയനം, സംഹാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് രുദ്രൻ എന്ന് പറഞ്ഞ് നമ്മൾ ശിവന്റെ ഒരു ഗുരുജി പറയൂ. അമാവാസി ദിവസം ബലി അർപ്പിക്കുന്ന കാര്യം ഗുരുജി പറഞ്ഞിരുന്നല്ലോ. അതെ, അതിന് എന്തെങ്കിലും മുടക്കം വന്ന ദോഷമുണ്ടോ ഗുരുജി? ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമ്മളെ നോക്കി നമ്മളെ ഇവാലുവേറ്റ് ചെയ്ത് ഒരു മാർക്ക് ലിസ്റ്റ് ഒക്കെ വെച്ച് മുകളിൽ ഇങ്ങനെ സ്വർഗത്തിൽ ഇരുന്ന് നമ്മളെ ഇങ്ങനെ വാച്ച് ചെയ്യുന്ന ഒരാളല്ല ഈശ്വരൻ, അക്കോർഡിംഗ് ടു ഹിന്ദുയിസം. നമ്മുടെ ഉള്ളില് ശരിക്കും അമാവാസിക്ക് ബലി ഇടുന്നത് തന്നെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴും സ്വയം നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. എന്റെ ഉള്ളില് പിതൃക്കൾ എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ആ വസിക്കുന്ന കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛൻ ഒരു നോബൽ പ്രൈസ് ജേതാവാണ്, അല്ലെങ്കിൽ ഒരു പത്മശ്രീ കിട്ടിയ ആളാണ്, പരംവീർ ചക്ര കിട്ടിയ ആളാണെങ്കിൽ ഞാൻ എങ്ങനെ പറയും? അവര് പറയുമ്പോ അവർ ഈ മണ്ണിൽ നിന്ന് പോയിട്ടുണ്ടാവും, അവർ ഈ ആയുസോടെ ഇല്ല, എത്രയോ വർഷം മുമ്പ്. അല്ലെ എന്റെ ഒരു മുത്തശ്ശൻ, മുതുമുത്തശ്ശൻ. അങ്ങനെയാണെങ്കിലും ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ അഭിമാനത്തോടാണ് നെഞ്ചൊക്കെ വിരിച്ചിട്ട് പറയും. എന്തുകൊണ്ടാണ്? ആ ഭാവം അയാൾ എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ആ സമയം എന്റെ ഭാവം മാറുന്നത്. ഇല്ലേ? ഇപ്പൊ ഞാന് ഇപ്പൊ ലഹരിക്കോ അല്ലെങ്കിൽ ഞാൻ ദുശീലങ്ങളിലൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്നു എന്ന് വിചാരിക്കാം. പക്ഷെ എന്റെ ഫോർഫാദേഴ്സ് ദൈവർ എന്താ പറയാ, ലാൻഡ് ലോർഡ്സ് എന്നാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ മഹാപ്രഭുക്കന്മാരായിരുന്നു. ഞാന് എന്റെ കുത്തഴിഞ്ഞ ജീവിതം ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ വിളിച്ച് എന്നെ ഉപദേശിക്കും, എന്താണ്, ഇന്ന ആളുടെ മകനല്ലേ നീ, എന്താണ് നീ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ എന്റെ ഉള്ളിൽ നിന്ന് ഒരു ബോധം അപ്പൊ സ്പാർക്ക് ചെയ്യും. എന്താണ്? ഞാനിങ്ങനെ ആയിക്കൂടാ. കാരണം എന്താണെന്ന് അറിയോ? ഈ പിതൃക്കൾ എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ബോധം അപ്പൊ ഉണരുന്നത്. എനിക്ക് അപ്പം ബലപ്പെടും. ഒരു 5 നിമിഷമെങ്കിലും അല്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും ഞാൻ പറയും, ഇല്ല, ഇനി ഞാൻ ഈ രീതിയിൽ ജീവിക്കില്ല. കാരണം ഞാൻ എന്റെ പരമ്പരയെ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പിതൃക്കൾ എന്നുള്ള ആ അസ്തിത്വം എവിടെ കുടികൊള്ളുന്നു? എന്റെ ബോധമണ്ഡലത്തിലുണ്ട്. ഇവരെ ശക്തിപ്പെടുത്താനാണ് അമാവാസിക്ക് ബലിയിടാൻ വേണ്ടി പറയുന്നത്. അവനവന് വേണ്ടിയിട്ട് തന്നെ ബലപ്പെടുത്തുക എന്നാണ് അർത്ഥം. ശരിക്കും അല്ലാതെ കഴുത്ത് മുറിച്ച് അതിനെ കൊലക്കി കൊടുക്കാന്നല്ല. സർപ്പബലി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്ന സർപ്പത്തെ കൊലക്കി കൊടുക്കുകയാണ്. അതല്ല, അവനെ ബലപ്പെടുത്തുക. അപ്പൊ പരമാവധി അത് എവിടെ വെച്ചും ചെയ്യാം, നമുക്ക് വീട്ടിൽ വെച്ചും ചെയ്യാം, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചും ചെയ്യാം. അത് പ്രത്യേക ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നദിക്കരയിലോ തന്നെ ആവണമെന്നില്ല. നമ്മൾ ഏതെങ്കിലും ദിവസം കുളിക്കാൻ മറന്നുപോലുണ്ടോ? മുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ മറന്നു പോകാറുണ്ടോ? പറ്റായികയുണ്ടോ? നമ്മൾ അതൊക്കെ ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ അസ്തിത്വത്തിന് അന്നത്തെ ദിവസത്തെ ഭക്ഷണം ആവശ്യമാണ്, കുളിക്കണം എന്നൊക്കെ നമുക്കറിയാം, പല്ല് തേക്കണം അല്ലെ? ഇതൊന്നും നമ്മൾ മുടക്കാറില്ല. അതെന്താണ്? അവന്റെ പേഴ്സണാലിറ്റിക്ക് ഇത് മസ്റ്റ് ആണെന്ന് അറിയുന്നതുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് എന്റെ വ്യക്തിത്വത്തിന് വളരെ അത്യാവശ്യമാണ്, എന്റെ കുലത്തിന്, എന്റെ പാരമ്പര്യത്തിന് വളരെ അത്യാവശ്യമാണ് എന്റെ പൈതൃകം. അത് എന്തുകൊണ്ടോ ഇന്നത്തെ സമൂഹത്തിൽ അത് തോന്നാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ ഇതിൽ ശിക്ഷ കിട്ടുന്നത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഇത് അവനവന് ഗുണകരമായ കാര്യമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുന്നത് എന്തിനാണ്? ഉറക്കം ഞെട്ടിയാൽ നമ്മൾ കുളിച്ച് ഫ്രഷ് ആവുന്നത് എന്തിനാണ്? എനിക്കത് നല്ലതിനാണെന്നുള്ള ബോധം ഉള്ളത് കൊണ്ടല്ലേ. ആ ബോധത്തിലേക്ക് നമ്മൾ ഉയർന്നാ പോലെ. സിമ്പിൾ അല്ലേ? അഭിലാഷ്, ഒരു സെക്കൻഡ്, ഒരു ചോദ്യം അതിലുണ്ട്. ഈ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള, അപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ക്ലാസ് പഠിക്കാൻ വരുമ്പോഴേ നമ്മൾ എടുക്കേണ്ട പ്രിപ്പറേഷൻ ശ്രീജിത്ത് ചോദിച്ചതാണ്, ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും നമ്മളിപ്പോൾ പ്രിപ്പറേഷൻസ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇന്ന് ക്ലാസ്സിൽ ഓപ്പണിംഗിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഓൾമോസ്റ്റ് സ്പെസിഫിക് ആയിട്ടൊന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ. വീണ്ടും ഒന്ന് പറയാൻ കുഴപ്പമില്ല. കാരണം ഇതിന് നമ്മൾ ഈ പറയുന്ന പോലെ ഏറ്റവും ആദ്യം വേണ്ടത്, ഞാൻ ഈ വിദ്യയിലേക്ക് ആത്മാർത്ഥമായി നടക്കുകയാണെന്നുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അനുഗ്രഹം. ഞാൻ നേരത്തെ ഇപ്പം മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മുടെ ഗുരു കാരണവന്മാരുടെ അനുവാദവും മാതാപിതാക്കളുടെ അനുവാദവും മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വിദ്യയിൽ ഈ ഓപ്പണിംഗ് ചെയ്തു തരേണ്ടത് ദേവി തന്നെയാണ്. ഈ വിദ്യയിൽ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ദേവിയോട് അങ്ങേയറ്റം പ്രാർത്ഥനാപൂർവകം നമ്മൾ ഈ ഒരു വിദ്യയെ സമീപിക്കണം.
പിന്നെ മറ്റെന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയ പ്രിപ്പറേഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണമോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ആർത്തവ ക്രമമോ ഒന്നും പ്രശ്നമല്ല. പിന്നെ യതീഷയുടെ ഒരു ഡിസൈൻ ആണെങ്കിൽ നമുക്കറിയാം. കാരണം നിങ്ങൾക്ക് ഈവൻ ഒരു ക്ലാസ് മിസ്സായാൽ പോലും നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡിംഗ് വേർഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് എപ്പോഴും നമ്മുടെ പ്രാക്ടീസ് ആണ് ഈ വിദ്യയിൽ പ്രാവർത്തികമാക്കേണ്ടത്. നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറയും. കാരണം അതാത് ദിവസം നമ്മൾ ചൊല്ലി പഠിപ്പിക്കാൻ തരുന്നത്, അല്ലെങ്കിൽ ചൊല്ലുവാൻ ഒന്ന് ശ്രദ്ധിക്കാൻ, അക്ഷരം മുറിക്കുന്ന വിധം ഒക്കെ നമ്മൾ പറയുമ്പോൾ അത് പരമാവധി അതിനോട് ഒട്ടി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ ഈ വിദ്യയിൽ പുരോഗമിക്കണമെങ്കിൽ ഈ പറയുന്ന 3 ആളുകളുടെ അനുഗ്രഹം ആവശ്യമാണ്. ഒന്ന് ഗുരു, കാരണവ പരമ്പര, അവരുടെ അനുഗ്രഹം നമ്മൾക്ക് ആവശ്യമാണ്. മനസ്സുകൊണ്ടെങ്കിലും അത് സ്വീകരിക്കുക. രക്ഷിതാക്കളുടെ, സ്വന്തം മാതാപിതാക്കളുടെ, പിന്നെ 3ാമത് സാക്ഷാൽ ഭഗവതിയുടെ. അപ്പൊ ഈ 3 കാര്യവും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥനാപൂർവകം തന്നെ ഇതിലേക്ക് കാലെടുത്ത് വെക്കണം. അപ്പൊ നമുക്ക് എളുപ്പം പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു കാഷ്വൽ ആയി നമ്മളൊരു അക്കാഡമിക് രീതി മാത്രം ഇതിന് അപ്രോച്ച് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അല്ല, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. അതിന് പകരം ഡിവൈൻ ആയി തന്നെ ഇതിനെ കൺസിഡർ ചെയ്യുക. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അടുത്ത തലമുറയെ എനിക്ക് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്ത് തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എന്തിനാണെന്ന് അറിയോ? ഞങ്ങളുടെ ആഗ്രഹം, യതീഷയുടെ ആഗ്രഹം എന്താണെന്ന് അറിയോ? നമ്മുടെ ക്ലാസ്സിൽ ഈ പറയുന്ന ഇത് കംപ്ലീറ്റ് ആക്കി പോണ ആൾക്കാർ, അവര് നാളെ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ അഡ്രസ് ചെയ്ത് ഇത് പറയാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കണം എന്നാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം. സത്യം പറഞ്ഞ ഈ കോഴ്സിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ വാർത്തെടുക്കുകയാണ്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ടീച്ചിങ് സ്കിൽസിനെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക്, നിങ്ങളുടെ അയൽക്കാർക്ക് ഉണ്ടാവുന്ന ദേവിയുടെ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ സംശയങ്ങൾ നിങ്ങൾ തന്നെ പൂർത്തീകരിച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയർത്തും. അപ്പം സ്റ്റുഡന്റ് ആയെന്ന നിലയിൽ ഒരുപാട് പ്രിപ്പറേഷൻസ് വേണ്ട. മസ്റ്റ് ആയിട്ട് വേണ്ടത് ഇതാണ്, ഗുരു കാരണ പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവണം. കാരണം ഇത് പറയുന്നത് എന്താണെന്ന് അറിയാം, നമ്മളൊരു വിദ്വേഷ ഭാവത്തിൽ ജീവിച്ചിട്ട് ഈ വിദ്യ പഠിച്ചിട്ട് എന്താണ് കാര്യം? എല്ലാത്തിനോടും അലൈൻ ചെയ്ത് എല്ലാത്തിനെയും റിസീവ് ചെയ്യുന്ന, എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു ഭാവത്തിലാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ വിദ്യ ശരിക്കും നമ്മളെ പ്രാപ്തമാക്കുന്നതും അതാണ്. ഞാൻ എന്ന ഒരു എൻറ്റിറ്റി അല്ല ശരിക്കും, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാത്തിനെയും സ്വീകരിക്കാൻ ഒരു റിസപ്റ്റീവ് മോഡിൽ നമ്മൾ നിൽക്കുമ്പോൾ മാത്രമേ വിദ്യ, ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് ഈ റിസപ്റ്റീവ് മോഡാണ്. എല്ലാം സ്വീകരിക്കാനുള്ള ഒരു പ്രകൃതത്തിലേക്ക് നിങ്ങൾ മെല്ലെ മാറുക. ഒന്നും റെസിസ്റ്റ് ചെയ്ത് പിടിക്കും. നമ്മള് പറയാറില്ല, വിളക്ക് കത്തിച്ചു വെക്കുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നല്ലോ അന്ന്, അത് വേണമെന്നുണ്ടോ? വിളക്ക് കത്തിച്ച് വെച്ചാൽ നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു. കാരണം അഗ്നിസാക്ഷിയായി നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു സാക്ഷിത്വം ഉണ്ടാവും. നമ്മൾ പഠിക്കുക. അത് പിന്നെ നിർബന്ധം പറയാത്തത് എന്താണെന്ന് പറഞ്ഞപ്പോഴേക്ക് കുറെ ആളുകൾ ചിലപ്പം ഈ എന്താ പറയാ ഓൺ ദ വേ യാത്രയിലൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. കാരണം ചിലപ്പോൾ അപ്പൊ അങ്ങനെയുള്ള ഇത് പറഞ്ഞ അയ്യോ എനിക്കത് പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ പറ്റുന്നെങ്കിൽ നല്ലതാണ്. ഒരു അഗ്നി സാന്നിധ്യത്തോടു കൂടി നമ്മൾ ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ശരിക്കും 3 വിളക്ക് നമ്മൾ സദാ കൊണ്ട് നടക്കുന്നുണ്ട്. ഒന്ന് പ്രപഞ്ചത്തിലെ സൂര്യൻ, അതൊരു വിളക്കാണ് ശരിക്കും. പിന്നെ എന്റെ ശരീരത്തിലുള്ള ചൂട്, എന്റെ പ്രാണൻ, അത് ശരിക്കും എന്താണ്? അഗ്നിതത്വമാണ് ശരിക്കും. എന്റെ ഉള്ളിൽ ഒരു അഗ്നിതത്വമുണ്ട്. ഇനി അതിന് പുറത്താണ് 3ാമത് ഭൗതികമായിട്ട് ബാഹ്യമായിട്ട് നമ്മൾ കത്തിച്ചു വെക്കുന്ന വിളക്ക്. ഇത് 3ൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സുകൊണ്ടെങ്കിലും അറ്റാച്ച് ചെയ്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ അത് മതി. അഗ്നി സാക്ഷിയായി ചെയ്യണം. എപ്പോഴും അഗ്നിയെ പ്രണമിച്ചുകൊണ്ട് നമ്മൾ വേദങ്ങളിൽ പറയും, അഗ്നേയനയ സുഭദാരായേ, അഗ്നി നീ എന്നെ മുൻപോട്ടേക്ക് നയിച്ചാൽ, നല്ല പദങ്ങളിൽ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് 1 by 1 ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു മിനിറ്റ്. അഞ്ജന ശങ്കർ പറഞ്ഞോളൂ. നമസ്തേ. ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. സന്തോഷം. അപ്പൊ ലളിത സഹസ്രനാമം മുമ്പ് ചെറിയ അറിവില് എങ്ങനെ നമ്മുടെ വീട്ടില് സാധാരണ സ്ത്രീകൾ ചൊല്ലുന്ന ആ ഒരു രീതി ചെയ്തിരുന്നു മുമ്പ്. അത് ശരിയാണോന്ന് അറിയില്ല. അപ്പൊ ഒരു സാധാരണ ഒരു സ്ത്രീ വീട്ടിൽ എങ്ങനെ ലളിത സഹസ്രനാമം പറയാൻ പറ്റും, അതിന്റെ ആ രീതി ഒന്ന് പറഞ്ഞുതരൂ. നിയമങ്ങള് സാധാരണ നിങ്ങള് വിളക്ക് വെക്കുന്നുണ്ടെങ്കിൽ ദീപാരാധനയുള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്ക് സന്ധ്യാനാമത്തിന്റെ കൂടെ ഇത് ചെയ്യാവുന്നതാണ്. അത് നമ്മളിപ്പോ നമ്മുടെ ക്ലാസ്സിൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ന്യാസവിധിയോട് കൂടി നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളും ദേവതയും ഒന്നായി തീരും. അതുപോലെ സാധാരണ നമ്മുടെ വീടുകളിൽ വിളക്ക് വെക്കാന്ന് പറഞ്ഞാൽ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരി വെച്ച്
വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞങ്ങള് അതിൽ ഒരു പടി കൂടെ നിങ്ങളെ ഉയർത്തി കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. വിളക്ക് വെക്കൽ എന്ന ആ ഒരു ക്രിയ സന്ധ്യ നേരത്ത് ചെയ്യുന്നത് തന്നെ സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് പഞ്ചോപചാരമാക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ അത് വളരെ ലളിതമാണ്, ഒരു എക്സ്ട്രാ എഫേർട്ടും വേണ്ട. ചെറിയ 2-3 സ്റ്റെപ്സ് മാത്രം. ആ 2-3 സ്റ്റെപ്സ് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിത്യേന നിങ്ങളുടെ വീട്ടിൽ പഞ്ചോപചാരം ചെയ്തുകൊണ്ട് നിങ്ങൾ നിലത്തിരുന്ന് ഒരു വിരി വിരിച്ച് അതിലിരുന്ന് ന്യാസത്തോടു കൂടി ദേവിയെ ആരാധിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള കുണ്ടലിനി രൂപത്തില് ശയിച്ചു കിടക്കുന്ന ആ ആദിപരാശക്തിയെ തൊട്ടുണർത്തി പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ആ വിരാട് സ്വരൂപമായ ആ ഒരു ആദിപരാശക്തി ചൈതന്യവുമായിട്ട് നിങ്ങൾ ലയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. എങ്ങനെ? ഇത് ഈ പറയുന്ന പോലെ ക്രിയാത്മകമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ. ഇതൊക്കെ സാധാരണക്കാർക്ക് ചെയ്യാൻ, അതുകൊണ്ടാണ് പറഞ്ഞത് ലളിതാ സഹസ്രനാമം എന്നുള്ളത് ശ്രീവിദ്യയിലേക്ക് പോകുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതെല്ലാ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അത് എങ്ങനെ ശാസ്ത്രീയമായി, ഞാൻ ഈ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് വെറും ഒരു സ്തോത്രം ചൊല്ലുന്ന പ്രതീതിയിൽ ഞാനും ദേവി വേറെ എന്നുള്ള രീതിയിൽ കാണുന്നതിനേക്കാൾ നല്ലത് ഞാനും ദേവിയും ഒന്നായി തീരുന്നതാണ്. അതാണ് ന്യാസാദി കർമ്മങ്ങളിലൂടെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതില് വേറൊരു കാര്യം സർ, നമുക്കിപ്പോ സ്തോത്രങ്ങൾ, ദേവീന്റെ സ്തോത്രങ്ങളല്ലേ വരുന്നത്, നാമങ്ങള്. അപ്പൊ അതില് ചില സമയത്ത് ചില വേർഡ്സുകൾ പറയുമ്പോ കട്ടിക്കുള്ളതുണ്ടാവും. എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നമ്മള് ക്ലാസ്സിൽ അതിനെ മുറിച്ച് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. മുറിച്ചു കഴിഞ്ഞാൽ പദം മുറിച്ചാൽ എളുപ്പമാണ്. ആ നാമം എന്താണ് എന്ന് മനസ്സിലാക്കിയ എളുപ്പം. നമ്മൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കുറെയൊക്കെ ചൊല്ലാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ തെറ്റ് പറ്റിയാൽ എന്തെങ്കിലും ഇതാണോ എന്ന് പറഞ്ഞൊരു ഫിയർ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആത്മവിശ്വാസം ഞങ്ങൾ തരാം. മനസ്സിലായോ? നിങ്ങൾ തെറ്റില്ല. ഇനി തെറ്റിയാൽ തന്നെ അത് അവളല്ലേ, ഒരു അമ്മ. ഇപ്പൊ നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ ചേർത്ത് പിടിക്കോ, വീട്ടിൽ നിന്ന് പുറത്താക്കോ? ഇല്ല, ചേർത്ത് പിടിക്കില്ലേ? അപ്പൊ അമ്മ അത്രയും, നിങ്ങൾ എന്തിനാണ് അമ്മ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നാണ് എനിക്ക് അറിയാത്തത്. എല്ലാവർക്കും ഭയം. ഞാന് നോർമലി ഞാൻ ഫസ്റ്റ് പറയും, അമ്മ എന്തെങ്കിലും തെറ്റാന്നുണ്ടെങ്കിൽ ക്ഷമിക്കണോന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ വായിക്കാറ്. ഈ പ്രകൃതി എന്ന് പറഞ്ഞാല് പരിണാമമാണ്. നിങ്ങൾ നടക്കാൻ പഠിച്ചത് വീണിട്ടല്ലേ? അല്ലേ? നിങ്ങൾ ഇന്നും ആ വീഴ്ച ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രകൃതി പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. ദേവി വളരെ 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 അവള് നിങ്ങളെ കാത്തിരിക്കാം. എന്തിനാണ് ഭയം കൊണ്ട് അവളെ ഇങ്ങനെ ദൂരെ വെക്കണത്? ഒരു കാര്യം ചോദിച്ചോട്ടെ? അതെ, ഞാനൊരു കൃഷ്ണഭക്തയാണ്. മീൻസ് കൃഷ്ണനെയാണ് ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. ഇപ്പൊ ഞാൻ ദേവിയെ വിളിക്കുന്നോണ്ട് എന്തെങ്കിലും ഇപ്പൊ അങ്ങനെ കൃഷ്ണൻ ആരാണെന്നാണ് നിങ്ങളെ ധാരണ? ശരിക്കും ഞാൻ ദേവിമാരനും ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കാലം. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് ദേവിയിലെ മറ്റേ കാളിയുടെ മന്ത്രവും കൃഷ്ണന്റെ ബീജമന്ത്രവും ഞാൻ ജപിക്കണ മന്ത്രം ഒരേപോലെ തോന്നി. നിങ്ങള് ശരിക്കും, എനിക്ക് അമ്മയുടെ പേര് എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ദ്വാപര യുഗത്തില് കാലസംഘർഷിണിയാണ് കൃഷ്ണന്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ തന്നെ എടുത്തു നോക്കൂ, ബ്രഹ്മാവിനെയും ശിവനെയും എടുത്തു നോക്കൂ. ജടാധാരികളല്ലേ അവര്? ഒരു പുരുഷ സ്വരൂപമാണ് അവർക്ക് രണ്ടുപേർക്കുള്ളത് അല്ലേ? ഇവരുടെ കൂടെ നിൽക്കുന്ന വിഷ്ണുവിന്റെ സ്വരൂപം എന്താ? ഒരു പുരുഷനെ പോലെയാണോ ശരിക്കും വിഷ്ണുവിന്റെ ഭാവം? അപ്പം അത് ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. പഞ്ചകൃത്യപരായണ, പഞ്ചബ്രഹ്മാസനാസീന. സാക്ഷാൽ ദേവി തന്നെയാണ്. നിങ്ങൾ യാതൊന്നു കൊണ്ടും വിഷമിക്കേണ്ട. സാക്ഷാൽ കാളി തന്നെയാണ് കൃഷ്ണൻ. ഭഗവാൻ തന്നെ. ഓക്കെ. ഞാനിപ്പോ എനിക്കതൊരു ഇതായിരുന്നു. ഇനി ഞാൻ എപ്പോഴും ഇങ്ങനെ കൃഷ്ണനെ വിളിക്കുന്ന ആൾ പെട്ടെന്ന് ദേവിയിലേക്ക് മാറുമ്പോ എന്തെങ്കിലും ഇനി അത് മാത്രല്ല അതവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ദിവസം നിങ്ങളത് പൂർത്തിയാവുന്നത് എങ്ങനെയാണ്? പല പല കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടല്ലേ ഒരു ദിവസം നിങ്ങളുടെ പൂർത്തിയാവുന്നത്. ഇനി ഒരു വർഷം പൂർത്തിയാവുന്നത് നോക്കൂ. വിവിധ ഋതുക്കളുടെ അനുഗ്രഹം നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് സ്വീകരിച്ചിട്ടല്ലേ. ഇപ്പം ഒരു ദിവസം പൂർത്തിയാവുന്നത് രാവും പകലും ചേരുമ്പോഴല്ലേ. രാവ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാനാവോ?
അല്ലെങ്കിൽ ഋതുക്കളിൽ ഇന്ന ഋതു മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭൂമിയിൽ മനുഷ്യർക്കും അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കും മുൻപോട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ പ്രപഞ്ചത്തിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. ഈ തത്വങ്ങളൊക്കെ ചേരുന്ന ആ ഒരു പൂർണ്ണതയ്ക്കാണ് ശരിക്കും നമ്മൾ ജീവിതം അല്ലെങ്കിൽ പ്രപഞ്ചം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ന തത്വവും ആവശ്യമാണ്, ദേവി എന്ന തത്വവും നമ്മൾക്ക് ആവശ്യമാണ്, ശിവൻ എന്ന തത്വവും ആവശ്യമാണ്, ബ്രഹ്മാവ് എന്ന തത്വം, സരസ്വതി എന്ന തത്വം, മുരുകൻ എന്ന തത്വം, ശാസ്താവ് എന്ന തത്വം, ഇതൊക്കെ വ്യത്യസ്ത. ഇപ്പൊ നമ്മൾ ഒരു പഴക്കടയിൽ പോയാൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം വാങ്ങിയിട്ടാണോ കറി ഉണ്ടാക്കുക? അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒരൊറ്റ ഫ്രൂട്ട് മാത്രമാണോ നിങ്ങൾ ജീവിതത്തിൽ കഴിക്കുക? അല്ലല്ലോ, അല്ലേ? വ്യത്യസ്തതയെ നിങ്ങൾ പുൽകുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു സാമ്പാർ കഷ്ണത്തിന് എന്നും ഉരുളക്കിഴങ്ങ് എടുക്കുന്നു, ഒരു ദിവസം വണ്ടയ്ക്ക് എടുത്താൽ ഉരുളക്കിഴങ്ങ് പിണങ്ങോ? പിണങ്ങോ? പറയൂ. ആപ്പിനെ പറ്റി ഒന്ന് പറയാമോ? ആപ്പിനെ പറ്റി ഒന്ന് പറയാമോ? എന്താണ് നമ്മുടെ ആപ്പിനെ പറ്റി പറഞ്ഞിരുന്നു, അതിനെ പറ്റി ഒന്ന് പറയാമോ? ആപ്പിനെ പറ്റിയിട്ടാണെങ്കിൽ പ്രേംജി ഒന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്തു. അത് ഞാൻ പറഞ്ഞു, നമുക്ക് 1 by 1 പോകണം അവിനാഷ്. നമുക്ക് ഒന്ന് ക്രിസ്പായിട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒന്ന് ചുരുക്കണം. കാരണം നമുക്ക് ആൾമോസ്റ്റ് ഇപ്പം 10:30 ആവാനായി. ശരി. ബീങ് സൺഡേ നമുക്ക് കുറച്ച് ഒന്ന് ശ്രദ്ധിക്കണം. ആപ്പ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡിലും iOS-ലും യതീഷ എന്നുള്ള പേരിലാണ് ആപ്പ് ഉള്ളത്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ യതീഷ എന്ന് ടൈപ്പ് ചെയ്താൽ ആപ്പ് അവിടെ വരും, അത് ഡൗൺലോഡ് ചെയ്യാം. iOS-ൽ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെയും യതീഷ എന്നുള്ള സ്പെല്ലിങ്, ഇതിൽ ലോഗോ കാണാം, YATHISHA. ഇത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾ അവിടെ നമ്മളെ ടീം ഞങ്ങൾ നിങ്ങളെ വിളിക്കുമ്പോൾ, ഞാനോ അല്ലെങ്കിൽ വേറൊരാളും കൂടി വിളിക്കാൻ സാധ്യതയുണ്ട് മൺഡേ മുതൽ. ഇത് വിളിക്കുമ്പോൾ നിങ്ങൾ ആ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും, വെച്ചാൽ ആൻഡ്രോയിഡ് ഫോണിലുള്ള ആൾക്കാർ പ്ലേ സ്റ്റോറിലും, ഐഫോണിലുള്ള ആൾക്കാർ ആപ്പ് സ്റ്റോറിലും രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച് ഇമെയിൽ ഐ ഡി ആയിരിക്കണം നമുക്ക് തരേണ്ടത്. അത് മാത്രമാണ് അതിൽ കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് തന്നു കഴിഞ്ഞാൽ സിസ്റ്റമൊക്കെ ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാർക്ക് സ്വയം തന്നെ ചെയ്യാം. അല്ലാതെ എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ തന്നെ ഒരു പ്രീ സെറ്റ് പാസ്വേഡ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതോട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്താൽ സാധാരണ ഇതിനെ പറയുക LMS ആപ്പ് എന്നാണ് പറയുക, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്ന എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്തിട്ട് ആ ക്ലാസ്സുകൾ ഉണ്ടാവും. ശരിക്കും നമ്മൾ ഈ ക്ലാസ് പോലും നമ്മൾ സൂമിലല്ല നടത്തേണ്ടിരുന്നത്, ആപ്പിലാണ്. പക്ഷേ ഇതിനായിട്ട് ഒരു താതാത്മ്യം പ്രാപിക്കാൻ കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പുതിയൊരു ടെക്നോളജി വരുമ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനും അറിയാനും. ഒരു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആപ്പ് ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 by 1 നമുക്ക് ക്ലാസ്സുകൾ കാണാം. പക്ഷെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, കൺസേൺ അല്ല, ഒരു വീഡിയോ ഇപ്പോൾ ഈ ക്ലാസ് ആദ്യത്തെ ഒരു ദിവസത്തെ ആണെങ്കിൽ Day 1 എന്ന് കൊടുത്തിട്ടുണ്ടാവും, Day 2 എന്ന് കൊടുത്തിട്ടുണ്ടാവും, Day 3 കൊടുത്തിട്ടുണ്ടാവും. ഇത് കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ ക്ലാസ് Day 1 കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് Day 2ലേക്ക് പോവുക. അത് എന്തുകൊണ്ട് നമുക്ക് ഇന്റേണലി ബാക്ക് എൻഡിൽ അത് മാറ്റി കൊടുക്കാം. പക്ഷെ കൊടുക്കാത്തതെന്ന് വെച്ചാൽ ആ ക്ലാസ് പരിപൂർണമായി കണ്ടവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മിസ്സായ ആൾക്കാർക്ക് അങ്ങനെയാണെങ്കിൽ നമ്മളത് ബാക്ക് എൻഡിൽ മെസ്സേജ് വന്നാൽ നമ്മളത് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണമെങ്കിലും വീണ്ടും റിപ്പീറ്റഡ് കാണാം. ഇനി ക്ലാസ് കണ്ടിക്കഴിഞ്ഞാൽ ഈ ആപ്പിൽ നമുക്ക് ആ വീഡിയോ ഡൗൺലോഡ്, യൂട്യൂബിൽ പോലെ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് നെറ്റുള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ 1 മാസം വരെയാണ്, നമുക്കത് കൂട്ടി വയ്ക്കാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്തും ഇത് നിങ്ങൾക്ക് കേൾക്കാം, വീണ്ടും വീഡിയോ കാണാം, ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ വരെ ചെയ്യാം. ഇതാണ് നമ്മൾ ഈ ആപ്പ്. ഈ ആപ്പിനെ കുറിച്ച് സംശയങ്ങൾ നാളെ മുതൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. മോർണിംഗ് ഒരു 11 o'clock മുതൽ ഈവനിങ് ഒരു 8:30 വരെ നിങ്ങൾ വിളിച്ചാൽ ഞാനിതിന് എന്ത് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്ത് അത് ചെയ്യാം. രണ്ടാമത് ഇതിൻ്റെ ഒരു വീഡിയോ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, എങ്ങനെ സെറ്റ് ചെയ്യാന്നൊരു വീഡിയോ നാളെ വൈകുന്നേരം ഒരു 8 മണിക്ക് മുന്നേ ഞങ്ങൾ ആ വീഡിയോ പ്ലേ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ആപ്പിനെ പറ്റി പറയാനുള്ളത്. നമ്മളൊരു സങ്കല്പം എടുക്കണതിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ആ സങ്കല്പം എടുത്തതിന് ശേഷമാണോ നമുക്കത് ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ പഠിക്കും. അപ്പൊ പോലെ ഇപ്പൊ വേണോ? ഇല്ല, അത് മതി, അതറിഞ്ഞാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സങ്കല്പം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ സിലബസിന്റെ ഭാഗമാണ്. ധൈര്യമായിട്ട് നമുക്ക് അവിടെ പഠിക്കാം. ഇന്ന് തന്ന മെഡിറ്റേഷൻ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാലോ? എന്താണ് ഇന്ന് ചെയ്ത മെഡിറ്റേഷൻ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാലോ? ഇന്ന് ചെയ്ത് എന്താണ് ഒരു ദേവി എപ്പോഴും ഏത് സമയത്തും നിങ്ങൾക്ക് പൗർണമി ഏത് സമയത്തും നോക്കാലോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഈ പൂർവ്വഭാഗം അതേപോലെ തന്നെ മധ്യഭാഗം ഉത്തരഭാഗം കൂടിയുള്ള ലളിതാ സഹസ്രനാമത്തിന് ഏതെങ്കിലും
ഇംഗ്ലീഷോ മലയാളമുള്ള ബുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം. ടെക്സ്റ്റ് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് പ്രേംജി അവൈലബിൾ അല്ല. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത കാര്യമൊന്നും നമുക്ക് അതെ ഇവിടെ അതെ അതെ ആലോചിക്കാം. അതൊന്ന് അവർക്ക് വേണ്ടത് PDF ആയിട്ടെങ്കിലും നമുക്ക് കൊടുക്കാം. കൊടുക്കാം. അപ്പൊ നമസ്തേ അതൊരു ഗുരുജി. PDF ആക്കി തരും. നമസ്തേ. നമസ്തേ ഗുരുജി. നമസ്തേ. നമസ്തേ ഗുരുജി. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കയറുന്നത്. കാരണം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഞാനിത് കണ്ടതും ഇതിൽ നിന്ന് ഇതിൽ ആഡ് ചെയ്തത് സൂം മീറ്റിംഗിൽ. സന്തോഷം. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ എന്ത് പറഞ്ഞത് എനിക്കറിയില്ല. അത്രത്തോളം എന്റെ ആദ്യമായിട്ട് ആ സ്പിരിച്വലിലേക്ക് ഞാൻ അത്രയും എനിക്ക് ആഴത്തിൽ പോകാനും പറ്റി. പിന്നെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ എന്തോന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇനി ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നും പഠിക്കണമെന്നും താല്പര്യമുണ്ട്. അത് പ്രേംജി അതെങ്ങനെയാണ് ഇവരെ ഇൻക്ലൂഡ് ചെയ്യുക? ഇവർക്ക് നമ്പർ ഉണ്ടോ? ലിങ്ക് എവിടെയാണ് കിട്ടുക? എന്തിന്റെ പറഞ്ഞ? അവര് ഫേസ്ബുക്കിലൂടെയാണ് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതെന്നാണ് പറഞ്ഞത്. സോ ഷീ നീഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഗ്രൂപ്പ്. അതെ, ഞാൻ ഇപ്പൊ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്ന ചേച്ചി ഒന്ന് വാട്സപ്പിൽ അല്ല ഈ ഇപ്പം നമ്മൾ ക്ലാസ് നടക്കുന്ന അവിടെ ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. ആ നമ്പറിൽ ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഞാൻ അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നന്ദി ഗുരുജി. ഇതില് അജിത്ത് നായർ എന്ന് പറയുന്ന ഒരാള് ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ട്. ദുർഗാ നാമം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ശരിക്കും ദുർഗതി നാശിനി എന്നാണ് പറയുന്നത്. ദുർഗ ഒരു വലിയ കൺസെപ്റ്റ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാരണം ലക്ഷ്മി മഹാസരസ്വതി മഹാകാളിയുടെ ചൈതന്യത്താല് ഉണ്ടായ ഒരു ചൈതന്യമാണ്. അല്ലെങ്കിൽ അതൊരു പ്രത്യേക സ്ഥിതിവിശേഷത്തിന് വേണ്ടിയിട്ട് ഉടലെടുത്ത് അവതരിച്ച ഒരു ചൈതന്യമാണ് ബ്രഹ്മാണ്ടത്തില്. അതെന്താണ് ചെയ്യാന്ന് പറഞ്ഞാലും നമ്മുടെ ഈ അസ്തിത്വത്തിന് ജീവിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സമയത്ത് അവൻ ഓൾവേസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവനൊരു പശുബോധത്തിലാണ് ജീവിക്കുക. അതായത് ആഹാരം, നിദ്ര, മൈഥുനം, ഭയം. 4ാമത്തെ കാര്യമാണ് ഓൾവേസ് നമ്മൾ അങ്കുരിച്ച് നിൽക്കുക. ആ ഭയത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കിയിട്ട് യഥാർത്ഥ സാധനയിലായാലും ജീവിതത്തിലായാലും നമ്മുടെ ജീവാത്മാവിനെ ഒരു കോട്ട കെട്ടി സംരക്ഷിച്ച് ഈ ഭയത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് ശരിക്കും ദുർഗാ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉള്ളില് ഉണർന്നു വരുന്ന എല്ലാ നകാരാത്മകതയെയും നമ്മൾ ഭയത്തോടെയാണ് നമ്മുടെ ഈവൻ ജീവിതത്തിൽ നാളെ എന്താവും എന്നുള്ള ഭയമാണ്. ആ ഭയത്തെ അകറ്റുന്ന ചൈതന്യമാണ് ശരിക്കും ദുർഗതി നാശിനി എന്നൊക്കെ പറയുന്ന ദ്വാദശ നാമാവലിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഈ ക്ലാസ്സിൽ പ്രേംജി പറഞ്ഞ പോലെ സമയക്കുറവ് കൊണ്ടാണ്. പേഴ്സണലി വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിനഷ്ടി ഐ തിങ്ക് പറഞ്ഞതാണ്, എന്നാലും പല ആൾക്കാരോടും ഫോണിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ആർത്തവ ശുദ്ധി നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ ക്ലാസ്സിൽ മാത്രമല്ല ആത്മീയതയിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആർത്തവം ഞാൻ ഒരുപാട് ക്ലാസ്സിൽ ഇത് നമ്മൾ സംസാരിച്ചതാണ്. ഇനിയും സംസാരിക്കാൻ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ പ്രേംജിയോട് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ശരിക്കും ആർത്തവത്തെ ബേസ് ചെയ്തിട്ട്, ആർത്തവം ആൻഡ് സ്പിരിച്വാലിറ്റി ബേസ് ചെയ്തിട്ട് ഒരു ടോക്ക് കണ്ടക്ട് ചെയ്യണമെന്നുണ്ട് ശരിക്കും. കാരണം നിങ്ങൾ ഇത്രയും ചോദ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാണ്. എന്തെന്നെ പറഞ്ഞാലും ആർത്തവം ശരിക്കും ഒരു സ്ത്രീയില് ശരിക്കും പറഞ്ഞാൽ അവളുടെ പൂർണ്ണതയാണ് ആർത്തവം. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരണം. കാരണം എത്രയോ തലമുറകളായിട്ട് നമ്മുടെ സമൂഹം നമ്മുടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചതാണ് ആർത്തവം വളരെ അശുദ്ധമായ ഒരു അവസ്ഥയാണെന്ന്. പക്ഷെ താന്ത്രികപരമായിട്ട് തന്ത്രം വളരെ കൃത്യമാണ് ഈ കാര്യത്തിൽ. കാരണം ആർത്തവം എന്നുള്ളത് ഒരു സ്ത്രീയിലെ പൂർണ്ണതയാണ്. പുരുഷന്മാർക്ക് ശരിക്കും ചിത്രനാടി ഉണരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ശരിക്കും പുരുഷന്മാർക്ക് ഈ ആധ്യാത്മികതയിൽ, സ്പിരിച്വാലിറ്റിയിൽ. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ ഗ്രാവിറ്റേഷണൽ പുള്ളിന്റെ അഗേൻസ്റ്റ് പോകണം. ഒരുപാട് ഹൈറ്റിലുള്ള എബവ് സീ ലെവൽ വലിയ ഹൈറ്റിലൊക്കെ പോയി സാധന ചെയ്യണം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതി ശരിക്കും സ്ത്രീകൾക്ക് പ്രകൃതി എല്ലാ മാസിക ക്രമത്തിലും 3-4 ദിവസം, ആർത്തവത്തിന്റെ ആദ്യത്തെ 3-4 ദിവസം നിങ്ങളുടെ ഈ നാഡി ഉണർന്നിട്ടുണ്ടാവും. പ്രകൃതിയാൽ ഇത് നിങ്ങൾക്ക് പ്രകൃതി തരുന്ന ഒരു ഗിഫ്റ്റാണ്. ഇത് ആദ്യം മനസ്സിലാക്കുക. ആ സമയത്ത് നിങ്ങൾ വേണ്ടത് ആധ്യാത്മികതയിൽ ദൈവികതയോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. ശരീരത്തിനാണ് നിങ്ങൾ ഈ പറയുന്ന ശുദ്ധി. അതിനിപ്പോ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് നാപ്കിൻസ്, കപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം എന്നേക്കാൾ കൂടുതൽ ഹൈജീൻ ആയിട്ട് എങ്ങനെയൊക്കെ നടക്കണം. പക്ഷെ മാനസികമായ ഹൈജീൻ എന്താണെന്ന് പറഞ്ഞാൽ ദേവിയോട് ചേർന്നിരിക്കുക. നിങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിച്ച നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും, കുലം രക്ഷപ്പെടും. അതുകൊണ്ടാണ് ശരിക്കും പഴയ കാലത്ത് നമ്മുടെ പൂർവികർ ആ 3-4 ദിവസം വരെ ദേവതയുടെ അടുത്തിരിക്കാനാണ് അവർക്ക് സാവകാശം കൊടുത്തിട്ടുള്ളത്. ഇത് ഇന്ന് നമ്മൾ എത്രയോ തലമുറയായിട്ട് നമ്മൾ ഇത് അശുദ്ധി ചിന്തിച്ചിട്ടാണ്. ഓക്കെ, നമസ്തേ ജി. നമസ്തേ.
കാര്യം ക്ലിയർ ചെയ്തപ്പോഴായിരുന്നു നമ്മൾ ഇഷ്ടദേവത ഓരോരുത്തർക്കും കാണുമല്ലോ. അപ്പം നമ്മൾ എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഈ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നുണ്ട്, ദുർഗാ സപ്തശതി പാരായണം ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിലും ഏത് ഫോട്ടോ വെച്ചിട്ടും ദേവിയുടെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു രൂപം നമ്മൾ മനസ്സിലേക്ക് എടുത്തിട്ട് വേണോ ലളിതാ സഹസ്രനാമം ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ലളിതാ സഹസ്രനാമം ഇനി നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. അന്തർയാഗ സമാരാധ്യ, അന്തർമുഖ സമാരാധ്യ, ബഹിർമുഖ സുദുർലഭ. ശരിക്കും ദേവി 2 രൂപത്തിൽ നമ്മൾക്ക് ദേവിക്ക് ശരിക്കും 3 ശരീരം, 5 ശരീരം പറയുന്നത് ജനറലി 3 ഉണ്ട്. അതെന്താണ്? സ്ഥൂല ശരീരം, അതാണ് ഇപ്പൊ അമ്മ പറഞ്ഞ വിഗ്രഹങ്ങള്, ഫോട്ടോ, രൂപം, ഇതാണ് സ്ഥൂലം. ഓക്കെ, എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പെർസീവ് ചെയ്യാൻ പറ്റുന്നത്. വേറൊരു ശരീരമാണ് മന്ത്രശരീരം, ശബ്ദങ്ങൾ കൊണ്ട്. നമ്മൾ പറഞ്ഞില്ലേ എന്റെ ഉള്ളിൽ ശയിക്കുന്നത്, ആ ദേവി ഉണർത്തുന്നത് മന്ത്രങ്ങളായിട്ടാണ്. മന്ത്രം എങ്ങനെ ഫോം ചെയ്യുന്ന അക്ഷരങ്ങളായിട്ടാണ്. ശരിക്കും അവള് ഇന്ന് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും വശിന്യാദി വാഗ്ദേവതകൾ എങ്ങനെയാണ് അക്ഷരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദേവിക്ക് വേറൊരു ശരീരമാണ് എന്ത്? മന്ത്രശരീരം. 3rd ശരീരമാണ് എന്ത്? ദേവിയുടെ ചൈതന്യ ശരീരം, അതിസൂക്ഷ്മ ശരീരം. പിന്നെ സൂക്ഷ്മതമം, സൂക്ഷ്മതരം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ദേവിയെ നമ്മൾക്ക് ആരാധിക്കാം. ഇതിനെയാണ് ശരിക്കും നമുക്ക് മാനസികമായ ആരാധനയാണ് സമയാചാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ആരാധനാ സമ്പ്രദായങ്ങൾ നമ്മൾക്ക് നമ്മുടെ ഋഷീശ്വരന്മാര് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അപ് ടു അസ്. നമ്മള് ലളിതാ സഹസ്രനാമം എന്റെ ഡൗട്ടിൽ ഉണ്ടായിരുന്നത് സ്ഥൂല ശരീര വർണ്ണന ഉണ്ടല്ലോ. അപ്പം ആ രൂപം അല്ലാതെ നമ്മളിപ്പം ഭദ്രകാളിയെ ഇഷ്ടമുള്ളവർ കാണുമല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ വിവിധ അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് ജപിക്കുമ്പോൾ ആ ദേവിയുടെ രൂപമല്ലേ നമ്മുടെ മനസ്സിൽ വരിക. അതിന് ഉപാസന മാറി, അതിന് സാധന മാർഗി വ്യത്യാസപ്പെടും. കാരണം ഭദ്രകാളിക്ക് ഉപാസന പദ്ധതി വേറെ തന്നെയുണ്ട്, കാളിക്ക് ഉപാസന പദ്ധതി വേറെ തന്നെയുണ്ട്. ദശമഹാവിദ്യകളില് 3ാമത്തെ വിദ്യയാണ് ഷോഡശി. അത് ആദ്യം ഇന്ന് ആരോ ചോദിച്ചതും കണ്ടു. അതെന്താണ്? കാളി, താര, ഷോഡശി, പിന്നെ ഭുവനേശ്വരി, ഭൈരവി, അങ്ങനെ പോകും. അപ്പൊ ഓരോ ദേവതയ്ക്കും ഒരു പട്ടിക. ഇപ്പം ഇലക്ട്രിസിറ്റി എന്താണ്? ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് ഫാന് പ്രവർത്തിപ്പിക്കാം, എയർ കണ്ടീഷണർ പ്രവർത്തിപ്പിക്കാം, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ ഒക്കെ. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇതെന്താണ്? ഇതിന്റെ ഉള്ളിലുള്ളത് ഇലക്ട്രിസിറ്റിയാണ്. പക്ഷെ വിവിധങ്ങളായ അപ്ലയൻസസിന് എന്താണ്? അതിന്റെ ഓപ്പറേഷൻ രീതി വേറെ തന്നെയല്ലേ? മിക്സർ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെയല്ല എയർ കണ്ടീഷൻ ഓപ്പറേറ്റ് ചെയ്യുക, അല്ലേ? വ്യത്യാസമുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഓരോ ദേവതയ്ക്കും. ദേ ആർ മെന്റ് ഫോർ ഡിഫറെന്റ് പേർപ്പസസ്. ഒരേ സമയം, അതായത് ഞാനിപ്പോ കുറച്ച് ദിവസമായി ലളിതാ സഹസ്രനാമവും ദുർഗാ സപ്തശതിയും ചൊല്ലുന്നുണ്ട്. അത് ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് തൊട്ടു പുറകെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഡെയിലി അങ്ങനെ ഇത് ഈ അമ്മയ്ക്ക് ശരിക്കും എങ്ങനെയാ മനസ്സിലാവാന്നറിയോ? ദശമഹാവിദ്യയെ കുറിച്ച് അമ്മ ഒന്ന് വായിക്കെങ്കിൽ മനസ്സിലാവും. അത് ഈ സമയത്തായതുകൊണ്ട് നമുക്ക് ടൈമിന്റെ ലിമിറ്റ് ഉണ്ട്. ക്ലാസ്സിൽ വേണമെങ്കിൽ നമ്മൾ ദശമഹാവിദ്യ തൊട്ടു പോകും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ദശമഹാവിദ്യയില് ഈ പറയുന്ന പോലെ കാളി മെൻ വാട്ട് അല്ല, കാളി ഈസ് ഫോർ വാട്ട്, താര എന്തിനാണ് ഉദ്ദേശിക്കുന്നത്, ഷോഡശി എന്തിനാണ്, ഭുവനേശ്വരി എന്തിനാണ്, വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. സൃഷ്ടിക്രമത്തില് ഇവർക്ക് വലിയ സ്ഥാനമുണ്ട് ഈ 10 മാതാക്കൾക്കും. അപ്പൊ അത് നമ്മൾ എന്താണ്? ഹലോ, ഓടി പോയതാ. നമുക്ക് അടുത്ത ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പക്ഷേ അറിയാതെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ടെൻഡൻസി വരുന്നുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാൻ എന്താ ചെയ്യാം? അത് ഈ പറയുന്ന പോലെ നമുക്ക് മുൻജന്മ സുഹൃത്താണ് നമ്മളെ ശരിക്കും ഇതിൽ നിന്ന് പിടിച്ച് പിറകോട്ട് പോകണം. നിങ്ങളിപ്പോ ഒരു ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇന്റൻസീവ് ആയിട്ട് ഇതിപ്പോ തീരുന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് വാസനകളുണ്ട്. നമ്മൾ പൂർവ്വ ജന്മങ്ങളിലൊക്കെ കൊണ്ടുവന്ന ഒരു ബാഗേജ് ഉണ്ട്. ആ ബാഗേജ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിൽ നിന്ന് കുറച്ച് പുറകോട്ടേക്ക് വലിക്കും. പക്ഷെ അവിടെയാണ് ദേവി ആരാധിക്കുന്നത്. ഇപ്പൊ കുറച്ച് നേരത്തെ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ വിൽ പവറിന് വേണ്ടിയിട്ടാണ് ശരിക്കും ലളിത. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇത് 3ന് വേണ്ടിയിട്ടാണ് ശരിക്കും ലളിതയെ നമ്മൾ ഉപാസിക്കുന്നത്. അപ്പൊ ആ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോധം. ശരിക്കും എന്താണ് 3 അവസ്ഥയിൽ, 3 അല്ല ശരിക്കും 5 അവസ്ഥയുണ്ട്. പക്ഷെങ്കിൽ പ്രധാനമായിട്ടും 3 അവസ്ഥയിലാണ് ബോധം ഉണ്ടാവുക. അപ്പൊ കൂടുതലായിട്ടും നമ്മൾ എന്താ വെച്ചാൽ ഈ സുഷുപ്തി അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അതെന്തുകൊണ്ടാണ്? ഉള്ളിൽ ഉള്ള കുറെ നമ്മൾ ഈ പറയുന്ന പോലെ പൂർവ്വജന്മ ആകൃതമായ വാസനകളാണ്. ആ വാസനകളെ ഓവർകം ചെയ്യാൻ പറ്റും ഇച്ഛാശക്തിയുണ്ട്. അപ്പോൾ ഉപാസന മാർഗത്തിൽ വരുമ്പോ നമ്മൾക്ക് ഈ ഒരു പ്രവണത മാറും. സദാ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ഇരിക്കും. പിന്നെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. അല്ല, അത് ഈ പറയുന്ന പോലെ നമ്മള് യൂഷ്വൽ അല്ലല്ലോ. ചേട്ടന്റെ ഇതിൽ തന്നെ ഉത്തരവുണ്ട്, യൂഷ്വൽ അല്ല. അപ്പൊ എന്താണ് അർത്ഥം? ഇപ്പൊ ഞാൻ അടച്ചിട്ട ഒരു മുറിയിൽ എന്തുണ്ടാവും? ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ആ മുറി തുറക്കുമ്പോൾ അതിൽ ഒരുപാട് ക്ഷുദ്രജീവികൾ ഉണ്ടാവും. ഓക്കെ,
കാരണം ആ ഒരു എനർജി അവരൊക്കെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഞാൻ ആ വീട്ടിൽ താമസിക്കാൻ വന്നത് തുറന്നപ്പോ ഒരുപാട് പഴുതാരിയും പല്ലിയൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ അടിച്ചു ഓടിക്കുമായിരിക്കും ഞാൻ ഒരു ദിവസം 2 ദിവസം. പക്ഷെ എന്താണ്, തൊട്ടടുത്ത ദിവസം അത് വരും. കാരണം എത്രയോ വർഷമായിട്ട് ഇത് അവിടെ താമസിച്ചതാണ്. അവരെ സംബന്ധിച്ച് അവരവരെ ഓക്യുപ്പൈ ചെയ്ത ടെറിട്ടറിയാണ്. അവിടെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ശുദ്ധീകരണം നടത്താൻ നോക്കിയാൽ എന്ത് ചെയ്യും? അവർ സമ്മതിക്കില്ല. അതുപോലെ തന്നെയാണ് മനസ്സിലും. കുറെ കാലമായിട്ട് ഓക്യുപ്പൈ ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യാൻ പോയാൽ എന്താവും? അവർ വീണ്ടും വീണ്ടും തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഇച്ഛാശക്തി കൊണ്ട് എന്ത് ചെയ്യും? അതിനെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കും. അവിടെയാണ് ലളിതയുടെ പ്രാധാന്യം. ഓക്കെ, ഇന്ന് പൗർണമി ആയതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ വന്നപ്പോൾ മനസ്സിനൊരു വെട്ടം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രോഗ്രസ് ചെയ്യാം. നമ്മുടെ ജീവിതം ഒരു പ്രോഗ്രഷനാണ്. ഒരു ചോദ്യം. ഈ കുലദൈവതയെ പ്രീതിപ്പെടുത്തുന്ന എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ കുലദൈവത്തിനെ അറിയുന്നില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? അത് ശരിക്കും ഒരു ലെങ്തി പ്രോസസ് ആണ് പ്രേംജി. അത് അപ്പൊ അത് എനിക്ക് ഓഫ്ലൈൻ ആയിട്ട് സംസാരിക്കാൻ ഞാൻ അത് ഒന്ന് അവരോട് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞാൽ മതി. നമസ്കാരം, ഞാനാണ് അത് ചോദിച്ചിരുന്നത്. നമ്മളത് ഞാൻ ആ നമ്പറിൽ ഒന്ന് വിളിച്ചു. അത് നിങ്ങൾ പ്രേംജി ഒന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഇത് ക്ലാസ്സിൽ നമുക്കൊരു ലെങ്തി പ്രോസസ് ആണ്, അതുകൊണ്ടാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത് തുടങ്ങിക്കഴിഞ്ഞ് ഇത് നിയമമുണ്ടോ ഇതിന്? അതായത് നാസ്യം തുടങ്ങി എൻഡ് വരെ പോകണമെന്നുണ്ട്. ഞാൻ സാധാരണ ഒരു 3 ദിവസം കൊണ്ടാണ് അത്രയും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. ഇങ്ങനെ ഖണ്ഡിച്ച് വായിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ? പ്രശ്നം ന്യാസത്തോടു കൂടി ചൊല്ലുമ്പോൾ നമ്മൾ അതൊരു ക്രമമുണ്ട്. അതിന് ഒരു ഹാർഡ്ലി ഒരു 40 minutes എടുക്കും. അതാണ് ഞാൻ കുറച്ച് നേരം ചേട്ടനോട് പറഞ്ഞത്. കാരണം സ്റ്റാർട്ടിങ്ങിൽ മേ ബി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ യു, ബട്ട് ആ ക്രമം നമ്മൾ പഠിച്ചു വെക്കുക. യതീശയിലുള്ള ഗുണം അതാണ്. കാരണം നിങ്ങൾക്ക് ആ ആപ്പിൽ ഇത് 3 വർഷം നിങ്ങളുടെ കയ്യിലുണ്ടാവും, ഈ ഡീറ്റെയിൽസ്, ഈ നമ്മൾ പഠിക്കുന്നതെല്ലാം. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ തന്നെ നമ്മൾ ക്രമേണ പ്രോഗ്രസ് ചെയ്ത് ബേബി സ്റ്റെപ്സ് എടുക്കുക. പ്രോഗ്രസ് ചെയ്ത് ഏകദേശം എനിക്ക് കൃത്യമായിട്ട് ഞാൻ പറയാം 3 മാസം കൊണ്ട് നിങ്ങൾ കറക്റ്റ് ന്യാസം ചെയ്യും. നിങ്ങൾ ഈ പറഞ്ഞ ഒരു വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടല്ല, എനിക്ക് ജോലി സംബന്ധമായ തിരക്ക് കാരണമാണ് ഞാൻ ഈ 3 ദിവസം എടുക്കുന്നത്. ഞാനൊരു കാര്യം സത്യസന്ധമായി ചോദിച്ചാൽ എന്നോട് വിരോധം തോന്നുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ചോദിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ശരിക്കും ഓഫീസിലേക്ക് പോകുമോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ഒരുങ്ങാൻ വേണ്ടി എത്ര സമയം എടുക്കാറുണ്ട്? അയ്യോ, 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ. അല്ല, ഓക്കെ. കുളിക്കാൻ എത്ര മിനിറ്റ് എടുക്കാറുണ്ട്? ഭക്ഷണം കഴിക്കാൻ എത്ര മിനിറ്റ് എടുക്കാറുണ്ട്? ഉറങ്ങാൻ എത്ര മിനിറ്റ് എടുക്കാറുണ്ട്? യു ക്യാൻ ജസ്റ്റ് അതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടത്തോടെ ഇത്തിരി മാറ്റി വെച്ചാൽ മതി. അതിനാണ് നമ്മൾ ത്യാഗം എന്ന് പറയുന്നത്. ദേവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇഷ്ടത്തോടെ ത്യജിക്കുക. ഇപ്പം നമ്മളൊരു 16 കാര്യമാണല്ലോ ദേവിയുടെ ഭാവം. 16 വയസ്സിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളിനെ കാണാൻ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കും അല്ലെ, ആളുകൾ കാണാണ്ട് വിളിച്ചൊക്കെ പോകില്ലേ നമ്മൾ. അതുപോലെ ദേവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു 40 minutes, ഒരു 30 minutes എനിക്ക് മാറ്റി വയ്ക്കാൻ സാധിച്ചാൽ മതി. അതെന്റെ ചിലപ്പോ എന്റെ ഉറക്കത്തിൽ നിന്ന് ആ 40 minutes കട്ട് ചെയ്ത് കൊണ്ടായിരിക്കാം. അപ്പൊ ഇത് ചൊല്ലുന്നതിന് നിയമമുണ്ടെന്നാണ് ഗുരുജി പറയുന്നത്. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ ഒരു എക്യുപ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്പറേഷൻ ലോഗ് ഉണ്ട് അല്ലേ? ആ ലോഗിലൂടെ ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് ഓൺ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എക്സ്ട്രീംലി സോറി, നമുക്ക് ഇതൊക്കെ നമുക്ക് ക്ലാസ്സിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം എന്താ അറിയോ, ഒരുപാട് ആൾക്കാർക്ക് നാളെ ജോലിയുള്ളതാണ്. എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം നാളെ പകല്. ആ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അയക്കാം. ആ ക്വസ്റ്റ്യൻസിന് മറുപടി അവിടെ നമുക്ക് തരുന്നതാണ്. കാരണം വളരെ ലെങ്തി ആയി കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഇപ്പൊ ഇവിടെ 2-3 ആൾക്കാർ ചോദിച്ച ഒരു 2 ചോദ്യം ഉണ്ട്. അവിനാശ്, എന്താ പറയുക, വരാഹി മൂർത്തിനെ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലാമോ എന്നൊരു ചോദ്യമുണ്ട്. അത് പ്രത്യേക ആരാധന സമ്പ്രദായമാണ്. ആ ചോദിച്ച ആളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ നിങ്ങള് ഗുരുമുഖത്ത് നിന്ന് അഭ്യസിക്കേണ്ട വിദ്യയാണ്. അത് ശ്രീവിദ്യയുടെ ഭാഗമാണ്. ശരിക്കും വരാഹി ആരാധനയൊക്കെ എടുത്തു ചാടരുത്. നിങ്ങൾക്ക് മറ്റൊരു ദീക്ഷയോ മന്ത്രദീക്ഷയോ ഒന്നും ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എടുത്തു ചാടരുത്. കാരണം വരാഹി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മൂർത്തിയല്ല, വളരെ പവർഫുൾ ആണ്. ദയവ് ചെയ്തിട്ട് പ്രോപ്പർ ഗൈഡൻസിലൂടെ പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ? അവിനാശ് ചെയ്താലേ ബെറ്റർ. ഓൾമോസ്റ്റ് 10:30 ആയി. ചോദിച്ചോളൂ. ഗുരുജി, നവാക്ഷരി മന്ത്രം ഗുരുവിൽ നിന്ന് ദീക്ഷ കിട്ടിയിട്ട് ജപിക്കാറുണ്ടായിരുന്നു. അപ്പൊ രാവിലെ ഒരു വീഡിയോയിൽ കേട്ടു ഗുരുജിയുടെ മന്ത്രങ്ങള് സ്തോത്രങ്ങൾ പോലെയല്ല, കുറച്ചുകൂടെ പവർഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പഞ്ചാക്ഷരിയല്ലേ ദീക്ഷ കിട്ടിയത്?
പഞ്ചാക്ഷരി അല്ലേ ദീക്ഷ? ശാരീരികമായ പ്രോബ്ലം. അല്ല, പഞ്ചാക്ഷരി അല്ലേ ദീക്ഷ? നവാക്ഷരി. ഓക്കെ. ദീക്ഷ എപ്പോഴും ആരാണ് തരിക? ഗുരുനാഥനല്ലേ? ഗുരുനാഥൻ നിങ്ങളുടെ സ്ഥിതി അന്വേഷിച്ചിട്ട് മാത്രമേ ഏതൊരു ഗുരുനാഥനും നിങ്ങൾക്ക് മന്ത്രം ഉപദേശിക്കുള്ളൂ. ധൈര്യമായിട്ട് ഉപദേശം കിട്ടിയ മന്ത്രം ഒരു കാരണവശാലും നിങ്ങൾ നിർത്താൻ പാടില്ല. ശരിക്കും ഉപദേശം സ്വീകരിച്ചാൽ അത് ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഐ തിങ്ക് നമുക്ക് ക്ലോസ് ചെയ്തൂടെ മനോജ്? വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തായാലും ആൻസർ അത് ജപിച്ചതിന് ശേഷമാണ് ഞാൻ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് വോയിസ് ക്ലിയർ അല്ല. ബ്രേക്ക് ഒരു വോയിസ് ആയിട്ട് അയച്ചു തന്നാൽ മതി. ഒരു വോയിസ് ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കും, ഞങ്ങൾ റിപ്ലൈ ചെയ്യാം. കുഴപ്പമില്ല. ഗുരുജി നമസ്കാരം. നമസ്കാരം. എനിക്ക് ഞാൻ ചോദിക്കണം എന്ന് വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻസ് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യനായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. എനിക്കൊരു നന്ദിയാണ് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ കുറെ മുമ്പേ ലളിത സഹസ്രനാമമൊക്കെ ജപിച്ചായിരുന്നു. പിന്നെ പ്രവാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ തുടരാൻ പറ്റിയില്ല. അപ്പോ ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട് പ്രേംജിയോടും ഗുരുജിയോടും ഒത്തിരി നന്ദി അറിയിക്കാനാണുള്ളത്. ഇതൊക്കെ അമ്മയുടെ ഇഷ്ടമാണ്, അമ്മയുടെ ഇച്ഛയാണ്. ഞങ്ങൾക്ക് ഉപകരണം മാത്രമാണ്. അതെ, ഞാൻ അങ്ങനെ കരുതുന്നു. കാരണം വെച്ചാൽ ഞാൻ ഈ ക്ലാസ് കാണുന്നതിന് ഒരു 2-3 ദിവസം മുമ്പേ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. എന്നുവെച്ചാല് ഒരു അമ്പലത്തിൽ പോയി തോന്നുന്നു വിഷ്ണുവിന്റെ എങ്ങാനും കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു മകനെ പോലെ അങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ള രൂപം. അപ്പോൾ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരു ലക്ഷ്മിയുടെ വിഗ്രഹം അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടായിരുന്നു. ഞാൻ കൂടിയുള്ളവരോട് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വഴിപാട് മുടങ്ങിയിട്ടായിരിക്കും അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ കരുതുന്നു അത് അമ്മ എന്നിൽ ഒരു പ്രസാദിച്ചിട്ട് ഇനി ഒരു ഓർമ്മപ്പെടുത്തിയതാണ്. തീർച്ചയായും അമ്മയ്ക്ക് നന്ദി പറയാ. അമ്മയെ ചേർത്ത് പിടിക്കുക, അമ്മയുടെ മടിയിൽ ഇരിക്കാൻ നോക്കുക എപ്പോഴും. ഓക്കെ ഗുരുജി, ഒത്തിരി നന്ദി. അപ്പോൾ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അവിനാഷ് ജി ഒത്തിരി നന്ദി. ഇത്രയും സമയം വളരെ ഞാൻ കുറച്ച് കണിശായിട്ടൊന്നുമല്ല, നമുക്ക് ഒരുപാട് ആൾക്കാർ ജോലി അതെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തന്നെ പോകണം. അങ്ങനെ പോയാൽ തന്നെ നമുക്കത് കൃത്യമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 25-ാം തീയതിക്ക് നമുക്ക് തിരിച്ച് വീണ്ടും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 25-ാം തീയതി 8:30 മുതൽ 9:30 വരെയാണ്. ഇതേപോലെ തന്നെ ആയിരിക്കും ക്ലാസ്സിൻ്റെ രീതികളും എല്ലാം തന്നെ. ബാക്കി നാളെ മുതൽ നമ്മൾ ആപ്പ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളും 1 by 1 ചെയ്യാം. ഞാൻ ഗ്രൂപ്പിൽ എന്തുകൊണ്ടാണ് ലിങ്ക് ഒന്നും ഇടാത്തതെന്ന് വെച്ചാൽ ഒരുമിച്ച് എല്ലാവരും കൂടി റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ മൊബൈൽ ആൾറെഡി ഒരു ഐഫോൺ ആയിട്ട് പോലെ അത് ഹാങ് ആയി വേറെ ഫോൺ വാങ്ങേണ്ടി വന്നു. അപ്പം 1 by 1 ഞാൻ ചെയ്തോളാം. എല്ലാവരെയും ബിഫോർ ക്ലാസ്സിൻ്റെ മുന്നേ തന്നെ 20-ാം തീയതിക്ക് മുന്നേ എല്ലാവർക്കും ആപ്പ് യൂസ് ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം. സഹകരിച്ച എല്ലാവരും നന്ദി. ഒത്തിരി പേര് വളണ്ടറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ആൻസർ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എത്രയും സന്തോഷമൊരു കാര്യം എന്താ വെച്ചാൽ എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഈ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇതുവരെ ഒരാളെടുത്തും അത് കാരണം ജോയിൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പറ്റാവുന്ന എല്ലാ സഹായവും സഹകരണവും യതീഷയുടെ ഭാഗത്തുനിന്നുണ്ട്. ഒരു 22-27 പേരോളം നമ്മൾ ഇപ്പം അങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറേ ആൾക്കാർ ഞാനിവിടെ അവരുടെ പേര് പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അവർക്കത് വിഷമമുണ്ടെന്നുകൊണ്ട് പറയാത്തതാണ്. അവർ ഒരുപാട് പേര് എന്നെ എക്സ്ട്രാ പൈസ അയച്ചു തന്നിട്ടുണ്ട്. പല ആൾക്കാരും 2-3 പേരുടെ പൈസ എനിക്ക് അയച്ചു തന്ന ആൾക്കാർ ഇതിലുണ്ട്. ദൈവയുടെ ഭാഗത്തുനിന്ന് ഒത്തിരി നന്ദി. കാരണം അത് ഒരു സർവീസ് ആയും കൂടി നമുക്ക് തോന്നുന്നു. അതുപോലെ എൻ്റെ ഒറ്റ പ്രാർത്ഥന ഇതിൽ ഒരിക്കലും ഒരു ബിസിനസ് മൈൻഡ് കയറി വരരുതെന്നാണ്. ഞാൻ വളരെ കോൺഷ്യസ്ലി അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എംപ്ലോയീസ് ഒന്നും തന്നെയില്ല. ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. നേരത്തെ അവിനാശോട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, പഠിപ്പിക്കുന്നത് തീർച്ചയായും അക്കാഡമിക് ആയിട്ട് തന്നെ ആവണമെന്ന് ഞാൻ എപ്പോഴും നിർബന്ധം പിടിക്കുന്നത്. അവിനാശ് അത് ഇഷ്ടമല്ല, പക്ഷേ എങ്കിലും നിങ്ങളിത് പഠിച്ചിട്ട് 10 പേരെ 2-3 വർഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ 1 വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് റിഗ്രസ്സായി പഠിച്ചതിന് ശേഷം നിങ്ങളെ ചുറ്റുള്ള ആൾക്കാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അതുതന്നെയാണ് യതീഷയുടെ എന്താ പറയുക, യതീഷ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൻ്റെ അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ നിലയിലും ഞങ്ങളെല്ലാവരെയും സിൻസിയർ ആഗ്രഹവും സ്വപ്നവും. അപ്പോൾ എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ 1 തവണ 2 തവണ വിളിക്കുന്നത് തെറ്റില്ല. താങ്ക് യു സോ മച്ച്.